സീനിയാരിറ്റി നോക്കിയിട്ട് പ്രായമാണോ സീനിയാരിറ്റി, അല്ലെ പ്രവർത്തന പരിചയമാണോ സീനിയാരിറ്റി? അങ്ങനെ വരികയാണെങ്കിൽ ആ സീനിയാരിറ്റി ഉള്ള ആളുകളിൽ ഏറ്റവും വലിയ ആൾ ഞാനാണ്. ഞാൻ 1967 വന്നത്. അപ്പോൾ സീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടുമല്ല, പ്രവർത്തന പാരമ്പര്യം കൊണ്ടുമല്ല. കാലോചിതമായ പരിഷ്കാരം എല്ലാ കാര്യങ്ങളിലും ആവശ്യമാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊള്ളണം. ആ മാറ്റം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥാനം ചവറ്റുകുട്ടയിലായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല എന്തെങ്കിലും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് അദ്ദേഹം പറയാത്ത കാര്യത്തിന് കമൻ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ മൊത്തം ഞാൻ കേട്ടു. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സ്ഥാനത്തിന് വേണ്ടി ഉണ്ട് എന്ന് പറയപ്പെട്ട ശ്രീ കെ സി വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ ഈ സതീശനെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രഖ്യാപനങ്ങൾ മാതൃകാപരമാണ്. അദ്ദേഹം ഇന്നിരിക്കുന്ന പദവിയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട മുഴുവൻ തിരിച്ചു കിട്ടുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം സ്വീകരിച്ച നടപടിയിലൂടെ ഞാൻ കാണുന്നത്. പിന്നെ രമേശ് ചെന്നിത്തല ഇന്നത്തെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നതായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പരസ്യമായി ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാത്തതും കാലം നമുക്കൊരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാവില്ല. പിന്നെ അദ്ദേഹവും ഈ വി ഡി സതീശൻ സ്വീകരിച്ച സമീപനം, അതുപോലെ AICC സെക്രട്ടറി സ്വീകരിച്ച സമീപനം അദ്ദേഹവും സ്വീകരിക്കണം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പദവിക്കൊത്തുയർന്ന് ശ്രീ വി ഡി സതീശന് പിന്തുണ കൊടുക്കണം. എല്ലാ കാര്യത്തിലും സതീശനുമായി സഹകരിക്കുമെന്ന് അദ്ദേഹം പറയണം. എന്നാലേ അദ്ദേഹത്തിൻ്റെ മഹത്വം അദ്ദേഹത്തിൻ്റെ അനുയായികൾ മനസ്സിലാക്കൂ, ജനങ്ങൾ മനസ്സിലാക്കൂ.